വീട്ടിലാരുമില്ല, ഒരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് കാമുകനെ വിളിച്ചു വരുത്തിയ ശേഷം യുവതി ചെയ്തത് കണ്ടോ? ഒരു നാടിനെ മുഴുവൻ ഞെട്ടിച്ച സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന വ്യാജേന യുവതി വളരെ തന്ത്രപൂർവ്വമായാണ് കൃത്യം നടത്തിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച അഞ്ജന നഗറിലുള്ള യുവതിയുടെ വീട്ടിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. 27കാരനായ കിരണും പ്രേമയും ഒരു സ്വകാര്യ ടെലികോം സ്ഥാപനത്തിലെ ജീവനക്കാരാണ്. 2 വർഷത്തോളമായി ഇരുവരും അടുപ്പത്തിലായിരുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രേമ കിരണിനെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. വീട്ടുകാരെല്ലാം ജോലിക്ക് പോയ ശേഷമാണ് യുവതിയെ കിരൺ വിളിച്ചു വരുത്തിയത്. വീട്ടിൽ ആരുമില്ലെന്നും വന്നാലൊരു സർപ്രൈസ് തരാമെന്നും പറഞ്ഞ് പ്രേമ വിളിച്ചതോടെ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ടിരുന്ന കിരൺ നേരെ യുവതിയുടെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ഒരുമിച്ച് സമയം ചിലവഴിക്കാമെന്നും പ്രേമ വാഗ്ദാനം നൽകിയിരുന്നു. വീട്ടിലെത്തിയ കിരണിനെ പ്രേമ വളരെ തന്ത്രപൂർവ്വമാണ് കൈകാര്യം ചെയ്തത്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന വ്യാജേന യുവാവിന്റെ കൈയും കാലും പ്രേമ ആദ്യം കെട്ടിയിട്ടു. ആദ്യം യുവാവ് ഇതിനെ എതിർത്തുവെങ്കിലും ഇതെല്ലാം തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ശാരീരിക ബന്ധത്തിന്റെ ഭാഗമാണെന്ന് യുവതി പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ യുവാവിന്റെ കണ്ണും മൂടിക്കെട്ടി. പിന്നാലെ പ്രേമ വീട്ടിൽ കരുതി വെച്ചിരുന്ന പെട്രോൾ ക്യാൻ യുവാവിന്റെ ദേഹത്തേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. യുവതിയുടെ വീട്ടിൽ നിന്ന് നിലവിളി കേൾക്കുകയും പുക വരുന്നത് കാണുകയും ചെയ്ത അയൽക്കാരാണ് അഗ്നിരക്ഷാസേനയെയും പോലീസിനെയും വിവരമറിയിച്ചത്. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീയണച്ചപ്പോഴേക്കും കിരൺ വെന്ത് മരണപ്പെട്ടിരുന്നു. തന്റെ ആൺസുഹൃത്തായ കിരൺ വീട്ടിലെത്തി ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് പ്രേമ ആദ്യം പോലീസിന് മൊഴി നൽകിയത്. സംഭവം നടക്കുന്ന സമയം താൻ കുളിമുറിയിലായിരുന്നുവെന്നും നിലവിളി കേട്ടാണ് ഓടിയെത്തിയത് എന്നും പോലീസിനോട് യുവതി പറഞ്ഞിരുന്നു. എന്നാൽ യുവതിയുടെ പരസ്പര വിരുദ്ധമായ മൊഴികൾ പോലീസിൽ സംശയം ജനിപ്പിച്ചു. കൂടാതെ മണ്ണെണ്ണയോ പെട്രോളോ നേരത്തെ തന്നെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നതിന്റെ തെളിവുകളും പോലീസ് കണ്ടെത്തി. ഇതിനിടയിൽ യുവതിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതോടെയാണ് ഞെട്ടിക്കുന്ന ആ കാഴ്ച പോലീസ് കാണുന്നത്. യുവാവിനെ തീകൊളുത്തിയ ശേഷം ഇതിന്റെ ദൃശ്യങ്ങൾ പ്രേമ മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കൺമുന്നിൽ യുവാവ് കത്തിച്ചാമ്പലാകുന്നത് യുവതി ഫോണിൽ പകർത്തുകയായിരുന്നു. ഈ തെളിവുകൾ കൂടി പുറത്തായതോടെ പിന്നെ യുവതിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഇതിന് പിന്നാലെയാണ് കുറ്റസമ്മതം നടത്തുന്നത്. അടുത്തിടെ പ്രേമയുടെ വിവാഹാഭ്യർത്ഥന കിരൺ നിരസിച്ചതിന്റെ പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് യുവതി മൊഴി നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ പ്രതി ഇടയ്ക്കിടെ മൊഴി മാറ്റുന്നത് അന്വേഷണ സംഘത്തെ കുഴപ്പിച്ചിരിക്കുകയാണ്. കേസിൽ വിശദമായ അന്വേഷണം തുടരുകയാണെന്നും യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിക്ടോറിയ ആശുപത്രിയിലേക്ക് മാറ്റിയതായും പോലീസ് അറിയിച്ചു. കർണാടകയിലെ തുമകുരു സ്വദേശിനിയാണ് മരണപ്പെട്ട കിരൺ. ഇരുവരും ജോലി ചെയ്തിരുന്നത് ബംഗളൂരുവിലെ രാജാജി നഗറിലെ ഒരു മൊബൈൽ കമ്പനി സ്റ്റോറിലായിരുന്നു.